അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 1 അറ്റ് എക്സ് ഈക്വൽ ടു 3. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 3ൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 3ൽ കണ്ടിന്യൂസ് ആണെന്ന് അറിയാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 2x² - 1. നേരെ എക്സ് കാണുന്നിടത്ത് 3 ഇട്ട് കൊടുത്തു. സോ 2 × 3² - 1. 2 × 3² എന്ന് പറഞ്ഞാൽ 3² 9, 2 × 9 18, 18 - 1 എന്ന് പറഞ്ഞാൽ 17. നമ്മൾ അടുത്തത് എഫ് ഓഫ് 3 കണ്ടുപിടിച്ച് നോക്കുക. എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 2 × 3² - 1 അതും 17 തന്നെ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 3യോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം therefore f is continuous. f is continuous at x equal to 3. Examine following functions for continuity. f of x equal to x minus 5, f of x equal to mod x minus 5. ഇതിൽ ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഒരു സാധാരണ പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അത് എഫ് ഓഫ് സിയോട് ഈക്വൽ ആണോ എന്ന് നോക്കുക. പക്ഷേ ഇത് ഓൾറെഡി ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാം. അതുപോലെ ഇത് മോഡുലസ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇതും എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കൊരു സംശയമില്ലാണ്ട് ഒറ്റയടിക്കാനെ പറയാം. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കി കണ്ടുപിടിക്കാം. എക്സാമിൻ ഫോളോയിങ് ഫംഗ്ഷൻസ് ഫോർ കണ്ടിന്യൂറ്റി. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ. താഴെ 2 ഫംഗ്ഷൻസ് തന്നിരിക്കുന്നു. ഈ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 5. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഒന്നും വേണ്ട, ഒരു ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം പറയാം. ഇത് കണ്ടിന്യൂസ് ആണോ? ഇത് നമ്മുടെ മോഡുലസ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇയാളുടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ബി ക്വസ്റ്റ്യന് നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കുകയാണെങ്കിൽ മോഡ് എക്സ് മൈനസ് 5ൻ്റെ ഗ്രാഫ് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. മോഡ് എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിലെ 5ൻ്റെ അവിടുന്ന് ഇങ്ങനെയാണ് ഈ മോഡ് എക്സ് മൈനസ് 5ൻ്റെ ഗ്രാഫ് വരിക. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിനൊരു ബ്രേക്കും വന്നിട്ടില്ല. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ ഇപ്പോൾ നമുക്കൊരു സി ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് നോക്കി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x മൈനസ് 5 വേർ 5 നോട്ട് ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു നോക്കുക. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇറ്റ്സ് കണ്ടിന്യൂസ്. എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഇതും പോളിനോമിയൽ ഇതും പോളിനോമിയൽ, രണ്ടും കണ്ടിന്യൂസ് ആണ്. സോ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റാഷണൽ ഫംഗ്ഷൻ. എവറി റാഷണൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു n ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു n വേർ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു n കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാം. അല്ലെ n എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ. നമ്മൾ ജസ്റ്റ് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു n എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു n എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക n റേസ് ടു n. നമ്മൾ ജസ്റ്റ് എഫ് ഓഫ് n കണ്ടു എന്ന് വെക്കുക. ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് റേസ് ടു n, അപ്പോൾ എഫ് ഓഫ് n എന്ന് പറഞ്ഞാൽ n റേസ് ടു n. രണ്ട് സെയിം അല്ലേ? അപ്പോൾ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു n എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് n. Therefore f is continuous at x equal to n. Therefore f is continuous at x equal to n എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് ഫംഗ്ഷൻസിനെ ഇങ്ങനെ മുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിൻ്റെ കാര്യമാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് നോക്കിയപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കണ പോയിന്റ് ഇല്ലേ, അവിടെ വെച്ച് മാത്രമാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ സാധ്യത. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്തേക്കണ പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്.
അതായത് 1നേക്കാൾ ചെറിയ എല്ലാ വാല്യൂസിലും ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 1 വരെ ഇതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ 1ന് ശേഷവും ഇതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ ആ 1ൽ വെച്ച് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാറുന്നുണ്ടോ എന്നൊരു സംശയം വരും. അപ്പോൾ അതുകൊണ്ട് ഈ സ്പ്ലിറ്റ് ചെയ്യണ പോയിന്റിലെ മാത്രം കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ എ ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ് x = 0ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ്. അപ്പോൾ x = 0 എന്ന് പറയുമ്പോൾ ഇതിൽ ഇവിടെയാണ് x = 0 വരിക. സോ നമ്മളിപ്പോൾ അറ്റ് x = 0ൽ നോക്കുകയാണെങ്കിൽ 0ൽ ലിമിറ്റ് x ടെൻസ് ടു 0 f(x) എടുത്തു എന്ന് വെക്കി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0. ഈ x ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ x 0ൻ്റെ അടുത്ത് എന്നർത്ഥം. അപ്പോൾ ഇതിൽ എവിടെയാണ് x 0ൻ്റെ അടുത്തുള്ളത്? ഇവിടെ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ വലിയ എക്സുകൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ x 0ൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ f(x) ആയിട്ട് x ആണ് എഴുതേണ്ടത്. സോ ഇതിൻ്റെ ഉത്തരം 0. ഇനി f(0) എത്രയാണെന്ന് നോക്കി. f(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇതിലാണ് പെടുക. സോ f(0)യും 0 തന്നെ. അപ്പോൾ നമുക്ക് പറയാം therefore f is continuous at x = 0. f x = 0ൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ x = 2ൻ്റെ കാര്യം 1 അവിടെ നിൽക്കട്ടെ, 2ൻ്റെ കാര്യം നോക്കിയെന്ന് വെക്കും. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 2 f(x) എന്ന് പറയുമ്പോൾ ഇവിടെയാണ് x ടെൻസ് ടു 2ൻ്റെ അടുത്തുള്ള വാല്യൂസ് ഇവിടെയാണ് വരിക. അപ്പോൾ നമ്മൾ f(x)ൻ്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുക്കും. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 2 5, കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റ് തന്നെ. അപ്പോൾ ഉത്തരം 5 എന്നാണ് കിട്ടുക. അതുപോലെ f(2) എടുത്താലും 5 എന്ന് തന്നെയാണ് കിട്ടുക. സോ ഈ 2 എന്ന് പറയുന്ന പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പഠിക്കാം, ഈ ഫംഗ്ഷനെ എവിടെ വെച്ചാണോ സ്പ്ലിറ്റ് ചെയ്തേക്കണത് ആ ഒരു പോയിന്റിൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു പോയിന്റിലെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. അതായത് x = 1ലെ കാര്യം. അപ്പോൾ അറ്റ് x = 1, x = 1ൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് 1ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് f(x). ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 1. ഈ x ടെൻസ് ടു 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 1നേക്കാൾ ചെറുതെന്ന് അർത്ഥം. ഇപ്പോൾ എക്സിൻ്റെ വില 1നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ f(x) ആയിട്ട് ഇയാളെയാണ് എടുക്കുക. അപ്പോൾ ഉത്തരം 1. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1 എന്ന് കിട്ടി. ഇനി 1ലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു 1 പ്ലസ് f(x) ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 1 എന്ന് എഴുതി. ഇനി x ടെൻസ് ടു 1 പ്ലസ് f(x) എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതാവുമ്പോഴുള്ള f(x). അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ f(x) എന്ന് പറഞ്ഞാൽ 5 ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് ആ കോൺസ്റ്റൻറ്റ് തന്നെ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം അല്ല. സോ 1ൽ ലിമിറ്റ് പോലും എക്സിസ്റ്റ് ചെയ്യണില്ല. സോ ഈ ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് അല്ല അറ്റ് x = 1. അതായത് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ നമ്മുടെ ഈ x = 1ൻ്റെ ലെഫ്റ്റിൽ ഇത് f(x)ലെ 1ൻ്റെ നേരെ, ഇനി റൈറ്റിൽ ഇത് 5ൻ്റെ നേരെ ആയിരിക്കും വരിക. സോ ഇങ്ങനെ ആയിരിക്കും ഇവിടെ ഒരു ബ്രേക്ക് വരുന്ന അർത്ഥം. അതായത് ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഇവിടെയാണ് 1, ഇതാണ് 5 എന്ന് വെറുതെ വിചാരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെച്ച് ഈ രൂപത്തിലായിരിക്കും പോവുക. ഇതാണ് ഇത് കിട്ടിയതിൻ്റെ അർത്ഥം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 5ഉം. ഇപ്പോൾ ഇവിടെ വെച്ചൊരു ബ്രേക്ക് വരും. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. നമുക്കിങ്ങനെ പറയാം LHL നോട്ട് ഈക്വൽ ടു RHL. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം അല്ല. therefore ലിമിറ്റ് x ടെൻസ് ടു 1 f(x) ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് നോട്ട് എക്സിസ്റ്റ്, ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. therefore f is നോട്ട് കണ്ടിന്യൂസ്. ഇത് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എക്സിസ്റ്റ് ചെയ്യില്ലേ പിന്നെ കണ്ടിന്യൂസേ അല്ല. സംഭവം ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അത് f(1) ഈക്വൽ ആവണം, എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. ഇവിടെ ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യണില്ല, വിച്ച് മീൻസ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് f is not continuous at x = 1.
അപ്പോൾ എക്സ് ഈക്വൽ ടു 1-ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. 0-ലും കണ്ടിന്യൂസ് ആണ്, 2-ലും കണ്ടിന്യൂസ് ആണ്, പക്ഷേ 1-ൽ മാത്രം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ ഇങ്ങനെയാണ് തന്നേക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഐഡിയ ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ, അതായത് എക്സിൻ്റെ വില 2-നേക്കാൾ ചെറുതാണെങ്കിൽ ഇവിടെ കിടക്കുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ഇവിടെ കിടക്കുന്നത് പോളിനോമിയലാണ്. അപ്പോൾ അപ്പോഴും ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഷുവറാണ് നമുക്ക്. പക്ഷേ ഈ മുറിച്ചിരിക്കുന്ന ബിന്ദു 2 എന്ന് പറയുന്ന പോയിന്റ്, അവിടെ ഇത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ആ പോയിന്റിൽ മാത്രം കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആ സ്പ്ലിറ്റ് ചെയ്ത പോയിന്റിൽ മാത്രം കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അറ്റ് എക്സ് ഈക്വൽ ടു 2 ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. 2-ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഈ 2 മൈനസ് എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വില 2-നേക്കാൾ ചെറുത്. നമ്മൾ ഈ 2 മൈനസും 2+ഉം കൊടുക്കുന്നത് എഫ് ഓഫ് എക്സ് ആരാന്ന് തീരുമാനിക്കാൻ മാത്രമാണ് കേട്ടോ. ഇപ്പം എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 2-നേക്കാൾ ചെറുത്. അപ്പോൾ എക്സിൻ്റെ വില 2-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഈ സാഹചര്യമാണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് ആരാ? 2x + 3. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തു. ദെൻ എക്സ് കാണുന്നത് 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 × 2 + 3 അതായത് 7 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഈ 2+ എന്ന് കൊടുത്തേക്കുന്നത് വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് എക്സിൻ്റെ വില 2-നേക്കാൾ വലുത് എന്നുള്ള ഒരൊറ്റ അർത്ഥത്തിലാണ് ഈ എക്സ് ടെൻസ് ടു 2+ എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്നാക്കുക. ഇനി എഫ് ഓഫ് എക്സ് ആരെ കൊടുക്കണമെന്ന് ആലോചിക്കുക. എക്സ് 2-നേക്കാൾ വലുതാവുമ്പോൾ എഫ് ഓഫ് എക്സ്, എക്സ് 2-നേക്കാൾ വലുതാവുക പറഞ്ഞാൽ ഈ സാഹചര്യമാണ്. അപ്പോൾ അവിടുത്തെ എഫ് ഓഫ് എക്സ് 2x - 3. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് കാണുന്നിടത്ത് 2 ഇട്ട് കൊടുത്താൽ 2 × 2 -3 അതായത് 4 - 3 1 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 7, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം അല്ല. സോ ദെയർഫോർ നമ്മുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്, എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 2-ൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇതിലെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2-ൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ ഒരു എ ക്വസ്റ്റ്യനും ഒരു ബി ക്വസ്റ്റ്യനും ഉണ്ട്. എ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x by x if x not equal to 0, 0 if x equal to 0. ഇങ്ങനെയാണ് എ ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലെ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ mod x-നെ ഒന്ന് രൂപം മാറ്റി നോക്കാം. നമുക്ക് mod x-ൻ്റെ ഡെഫിനിഷനൊക്കെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനെ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്ന ഫംഗ്ഷനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇതാ ഉത്തരം എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ ഈ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 അല്ല. 0 അല്ലെങ്കിൽ പിന്നെ എക്സ് ആരാ? ഒന്നെങ്കിൽ 0-നേക്കാൾ വലുത് അല്ലെങ്കിൽ 0-നേക്കാൾ ചെറുത്. അപ്പോൾ ഞാൻ ഈ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഭാഗത്തിനെ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ലെസ് ദാൻ 0 എന്നിങ്ങനെ രണ്ടാക്കണം. അപ്പോൾ എക്സ് 0-നേക്കാൾ വലുതാണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ ആലോചിക്കുക. എക്സ് 0-നേക്കാൾ വലുതാണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം എക്സ് ആണ്. അപ്പം എക്സ് ബൈ എക്സ് എന്ന് വരും. എന്ന് വെച്ചാൽ 1. ഇനി എക്സ് 0-നേക്കാൾ ചെറുതാണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം -x ആണ്. അപ്പോൾ -x ബൈ എക്സ് എന്ന് വരും. അതായത് -1. ഇനി എക്സ് 0 ആണെങ്കിൽ 0 തന്നെ. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ കിട്ടുക. അപ്പം ഇത് നമ്മുടെ ആരാ സത്യത്തിൽ ഈ ഫംഗ്ഷൻ എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി. എക്സ് 0-നേക്കാൾ വലുതാണെങ്കിൽ ഉത്തരം 1, എക്സ് 0-നേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് -1, എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് 0. ഇത് നമ്മുടെ സിഗ്നം ഫംഗ്ഷനാണ്. അയാളുടെ ഗ്രാഫ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക്
കിട്ടും. ഇത് എവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് എന്നുള്ള കാര്യം നമുക്ക് അവിടുന്ന് തന്നെ ഐഡിയ കിട്ടും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് 0 വെച്ചിട്ടാണ്. അപ്പോൾ 0 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 0 മാത്രമേ നമുക്ക് ഡൗട്ട് ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എഴുതാം എഫ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നമുക്ക് ഓൾറെഡി ഉറപ്പാണ്. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0യിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 0നേക്കാൾ ചെറുതെന്ന് അർത്ഥം. അപ്പോൾ എക്സിൻ്റെ വില 0നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1. കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റ് തന്നെ. ഇനി ഇതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഈ 0 പ്ലസ് എന്ന് എഴുതിയേക്കുന്നത് വേറെ ഒന്നിനുമല്ല, എഫ് ഓഫ് എക്സ് ആരാന്ന് തീരുമാനിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 0 പ്ലസിന് വരെ എക്സ് ടെൻസ് ടു 0 എന്ന് തന്നെ ആക്കി. എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിൻ്റെ വില 0നേക്കാൾ വലുത്. അപ്പോൾ എക്സിൻ്റെ വില 0നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇദ്ദേഹമാണ് വരിക. ഉത്തരം 1 ആണ്. 1ൻ്റെ ലിമിറ്റ് 1 തന്നെ. അപ്പോൾ നോക്കിയേ, 0 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറൻ്റ് ആണ്. സോ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് 0യിൽ കണ്ടിന്യൂസ് അല്ല. അപ്പം ഞാനിവിടെ എഴുതുന്നു ജസ്റ്റ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദെയർഫോർ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 അല്ല എക്സ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടുത്തെ ഈ ഫംഗ്ഷനിലെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആണ്. 0യിൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിലെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എക്സ് ഈക്വൽ ടു 0. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 1. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. സോ എക്സ് 1നേക്കാൾ വലുതാണെങ്കിൽ നോക്കണ്ട, കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ 1നേക്കാൾ ചെറുതാണെങ്കിലും ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, അപ്പോഴും കണ്ടിന്യൂസ് ആയി. ഇനി 1ലാണ് നമുക്ക് സംശയമുള്ളൂ. അതായത് 1ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ മാറിക്കിടക്കുവാണോ, അതൊക്കെ അതിൻ്റെ കണ്ടിന്യൂറ്റി പോകണ്ടോ എന്നാണ് നമ്മുടെ സംശയം. നമുക്ക് ആ സംശയം ഒന്ന് തീർക്കാം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1ൽ നമ്മുടെ സംശയം ഒന്ന് തീർക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് 1 മൈനസ് എഫ് ഓഫ് എക്സ്. 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1. നമ്മളതിൻ്റെ ആൻസർ നോക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 2 എന്നാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുക. ഇതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതാവുമ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഈ എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതെന്ന് അർത്ഥം. എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇയാളെയാണ് കൊടുക്കേണ്ടത്, എക്സ് പ്ലസ് 1. അപ്പോൾ നമ്മൾ 1 എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും 2 എന്ന് കിട്ടി. അപ്പോൾ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും 2 എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് 2 ആയിരിക്കും. പരിപാടി കഴിഞ്ഞിട്ടില്ല, നമുക്കിനി എഫ് ഓഫ് 1ഉം കൂടി. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എഫ് ഓഫ് 1ഉം കൂടി കാണുക. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എക്സ് 1 ആവുന്നത്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് 1 ആവുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സ് 1 ആവുന്നത് ഇവിടെയാണ് ഈക്വൽ ടു ഉള്ളത്. അപ്പോൾ എക്സ് 1 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1, അതും 2 തന്നെ. അപ്പോൾ പരിപാടി ഓക്കെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്.
1 മാത്രമേ നമുക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ, 1 കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ, അതായത് ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. എന്നിട്ട് ഇതിങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നേക്കണം. ഇപ്പം ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം mod x + 3 എന്ന് പറഞ്ഞേക്കണു. ഇനി -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആണെങ്കിൽ ഉത്തരം -2x എന്ന് പറഞ്ഞേക്കണു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ 6x + 2 എന്ന് തന്നേക്കണം. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനെ അവർ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് 2 പോയിന്റ് വെച്ചിട്ടാണ്, -3ഉം 3ഉം. അപ്പോൾ ഈ 2 പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ 2 പോയിന്റിലും നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് -3ലെ കാര്യം ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഈ മോഡ് ഇവിടെ കിടക്കുമ്പോഴേ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാനൊന്നും എളുപ്പമല്ല. അപ്പോൾ നമുക്കിവിടെ ഇതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് നോക്കാം. അതായത് f(x) = എക്സ് നെഗറ്റീവ് നമ്പർ ആണെങ്കിലേ എക്സ് ലെസ് ദാൻ -3 എന്ന് പറഞ്ഞാൽ എക്സ് -3നേക്കാൾ ചെറുത് എന്ന് വെച്ചാൽ എക്സ് എപ്പോഴും നെഗറ്റീവാണെന്നർത്ഥം. അപ്പോൾ ഈ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ mod x-ൻ്റെ ഉത്തരം -x ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ mod x-ന് പകരം അപ്പം നമുക്ക് നേരെ -x എന്ന് എഴുതാം. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഇനി ഇവിടെ -2x ഇഫ് എക്സ് ഗ്രേറ്റർ ഇഫ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. പോലെ 6x + 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫംഗ്ഷൻ ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് ആദ്യം അറ്റ് x = -3 x = -3ലെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ -3ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു -3 മൈനസ് f(x) എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -3. ഈ -3 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വില -3നേക്കാൾ ചെറുതെന്ന് അർത്ഥം. ഇപ്പോൾ ഇവിടെ നോക്കി എക്സിൻ്റെ വില -3നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ വില -3നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ f(x) ആയിട്ട് കൊടുക്കേണ്ടത് -x + 3. അപ്പോൾ ഇതിൽ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എക്സ് കാണുന്നിടത്ത് -3 കൊടുത്താൽ -3 + 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 6 എന്ന് കിട്ടി. അടുത്ത റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -3 പ്ലസ് f(x). അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -3. ഈ x ടെൻസ് ടു -3 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില -3നേക്കാൾ വലുത് എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എവിടെയാണ് എക്സിൻ്റെ വില -3നേക്കാൾ വലുതാവണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ -3യുടെ തൊട്ട് മുകളിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കണേ. എക്സ് ടെൻസ് ടു -3 പ്ലസ് എന്ന് പറയുമ്പോൾ -3യുടെ തൊട്ട് മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, തൊട്ട് മുകളിൽ, അതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ -2x എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ -2 × -3 6 എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയതുകൊണ്ട് ദെയർഫോർ നമുക്ക് പറയാം ലിമിറ്റ് x ടെൻസ് ടു -3 f(x) എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 6, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 6. അപ്പോൾ -3ൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 6 ആണെന്ന് കിട്ടി. ഇനി f(-3) കാണും. f(-3) എന്ന് പറഞ്ഞാൽ f(x)ൽ എക്സിന് -3 കൊടുക്കുമ്പോഴുള്ള ഉത്തരം. ഇപ്പോൾ ഇവിടെ എവിടെയാണ് എക്സിന് -3 കൊടുക്കാൻ പറ്റുക? -3യുടെ നേരെ ഈക്വൽ ടു ഉള്ളത് എവിടെയാണെന്ന് നോക്കിയാൽ ഇവിടെയാണ് -3യുടെ നേരെ ഈക്വൽ ടു ഉള്ളത്. അപ്പോൾ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ f(x). അപ്പോൾ ഈ f(x)ലെ എക്സിന് പകരം -3 -3 + 3 = 6. അപ്പോൾ നോക്കിയാൽ ലിമിറ്റും f(-3) സെയിം. അപ്പോൾ നമുക്ക് പറയാം therefore
എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ടി എസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസിനെ ഞാൻ ചുരുക്കി എഴുതുന്നതാണ് കേട്ടോ, അറ്റ് എക്സ് ഈക്വൽ ടു -3. അപ്പോൾ എക്സ് ഈക്വൽ ടു -3 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഉറപ്പായി. ഇനി ഇവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കണ അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട്, 3 എന്ന് പറയുന്ന പോയിന്റ്. ഇനി അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 3 അവിടെ നമുക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, എക്സ് ടെൻസ് ടു 3 മൈനസ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വില 3നേക്കാൾ ചെറുത്. അപ്പോൾ 3നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ 3യുടെ തൊട്ട് താഴെ എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇവിടെയാണ് വരിക, അതായത് അവിടെ എഫ് ഓഫ് എക്സ് -2x. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ -2 × 3 -6 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 3 റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുക. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 3നേക്കാൾ വലുത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ 3നേക്കാൾ വലിയ എക്സുകൾ ഇതിലാണ് വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇതിവിടെയാണ് കൊടുക്കേണ്ടത്, അതായത് 6x + 2. ലിമിറ്റ് കൊടുക്കുമ്പോൾ 6 × 3 + 2 20 എന്ന് കിട്ടി. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയും LHL നോട്ട് ഈക്വൽ ടു RHL, അതായത് 3 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല എന്നർത്ഥം. Therefore എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 3 കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആരാന്ന് ചോദിച്ചാൽ ഇതേ മുകളിൽ എഴുതാം. പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 അല്ല എക്സ് ഈക്വൽ ടു 3. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയി പോവുക. അടുത്തൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റിലാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത് എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് ഏത് പോയിന്റ് വെച്ചിട്ടാണ് നോക്കുക. 0ഉം 1ഉം വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2 പോയിന്റിലാണ് നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമോ എന്ന് ഡൗട്ട് ഉള്ളത്. ബാക്കി പോയിന്റ്സിലൊക്കെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം 0യിലെ കാര്യം നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുമോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 0യിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 0നേക്കാൾ ചെറുതെന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെയാണ് എക്സിൻ്റെ വില 0നേക്കാൾ ചെറുതാവുക. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എഴുതുക, അതായത് 2x. അപ്പോൾ ഉത്തരം എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്തു, 2 × 0 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 എന്ന് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0യിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നാക്കി. ഇനി എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ആരാന്ന് നോക്കുക. എക്സിൻ്റെ വില 0നേക്കാൾ വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0ൻ്റെ തൊട്ട് മുകളിൽ എന്നർത്ഥം. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, 0ൻ്റെ തൊട്ട് മുകളിൽ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് 0. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ലിമിറ്റ് കോൺസ്റ്റൻ്റ് തന്നെ. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയി. അപ്പോൾ നമുക്ക് പറയാം therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലെ എഫ് ഓഫ് 0 എത്രയാണെന്ന് നോക്കുക. അതായത് എഫ് ഓഫ് എക്സിലെ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ ഉത്തരം കിട്ടുക. ഇപ്പോൾ എക്സിന് 0 വന്നേക്കണത് 0യുടെ നേരെ ഈക്വൽ ടു വന്നേക്കണത് ഇവിടെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സും 0 സോ എഫ് ഓഫ് 0 ഈക്വൽ ടു 0. നോക്കിയേ, രണ്ടും സെയിം ആയി. അപ്പോൾ നമുക്ക് therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാം.
അപ്പോൾ 0-ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത x = 1-ൽ ചെക്ക് ചെയ്യാം. അറ്റ് x = 1 അവിടെയും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരിക ലിമിറ്റ് x ടെൻഡ്സ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 1-നേക്കാൾ ചെറുത്. 1-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 1-ൻ്റെ തൊട്ട് താഴെ ഇവിടെയാണ് വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് 0യുടെ ലിമിറ്റ് അതായത് കോൺസ്റ്റൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റ് തന്നെ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാനായിട്ട് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 അല്ല 1-ലല്ലേ. അപ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 1. ഇനി x ടെൻഡ്സ് ടു 1 പ്ലസ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ആരാന്ന് നോക്കി. അപ്പോൾ x ടെൻഡ്സ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 1-നേക്കാൾ വലുതെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ഇതാണ് കൺസിഡർ ചെയ്യുക. ഇവിടെയാണ് എക്സിൻ്റെ വില 1-നേക്കാൾ വലുതാവുക. അപ്പോൾ ഇവിടെ 4x. അപ്പോൾ അതിൽ എക്സ് കാണുന്നിടത്ത് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ 4 × 1 ലിമിറ്റ് ഇട്ട് കൊടുത്തപ്പോൾ 4 എന്ന് കിട്ടി. LHL നോട്ട് ഈക്വൽ ടു RHL. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. Therefore ലിമിറ്റ് x ടെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ 1-ൽ ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും എന്നർത്ഥം. അപ്പോൾ therefore f is not continuous at x = 1. f is not continuous at x = 1. x = 1-ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് എഴുതുകയാണെങ്കിൽ ഹിയർ എഫ് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ എക്സെപ്റ്റ് അറ്റ് x = 1. x = 1-ൽ മാത്രം ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. ഫൈൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 3. ഈ ഫംഗ്ഷൻ x = 3-ൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വില കാണാനാണ്, അല്ലെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫംഗ്ഷൻ x = 3-ൽ കണ്ടിന്യൂസ് ആണെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എയുടെയും ബിയുടെയും റിലേഷൻ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫംഗ്ഷൻ x = 3-ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്ക് ഈ 3-ൽ വെച്ചാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഇനി 3-ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും 3-ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ 3-ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ ഐഡിയ ഇത് തന്നെയാണ്. ഗിവൺ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 3 വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 3 എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി എക്സിസ്റ്റ്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ 3-ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവണം. അപ്പോൾ നമ്മൾ അറ്റ് x = 3-ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരിക ലിമിറ്റ് x ടെൻഡ്സ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 3 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 3-നേക്കാൾ ചെറുത്. എക്സിൻ്റെ വില 3-നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ax + 1 കൊടുത്തു. ഇതിൻ്റെ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് 3 കൊടുത്തു. അപ്പോൾ 3a + 1 ഇതാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു എന്ന് വയ്ക്കുക RHL. അപ്പോൾ x = 3-ൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 3 എഫ് ഓഫ് എക്സ് എഴുതുന്നതിന് മുമ്പ് ഇതാലോചിക്കുക. x ടെൻഡ്സ് ടു 3 പ്ലസ് എന്നാണ് പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ എക്സിൻ്റെ വില 3-നേക്കാൾ വലുത് ഇവിടെയാണ് വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇയാളെ വേണം എടുക്കാൻ. അപ്പോൾ bx + 3. അപ്പോൾ ഇതിൽ x കാണുന്നിടത്ത് 3 കൊടുത്തു കഴിഞ്ഞാൽ 3b + 3. ഇങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കിട്ടുക. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഗിവൺ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 3. എഫ്
എക്സ് ഈക്വൽ ടു 3 കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് LHL ഈക്വൽ ടു RHL. അങ്ങനെ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നിർബന്ധമായിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് LHLും RHLും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ LHL ആയിട്ട് കിട്ടിയേക്കണത് 3a+1 ഈക്വൽ ടു RHL ആയിട്ട് കിട്ടിയേക്കണത്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് കിട്ടിയേക്കണത് 3b+3. അപ്പോൾ ഇതിൽ നമ്മൾ എനെയും ബിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ 3a ഈ 3b ഇങ്ങോട്ട് വരുമ്പോൾ -3b ഈക്വൽ ടു +3 എഴുതി -1. ഇതിൽ രണ്ടിലും 3 കോമൺ ആണ്. അപ്പോൾ 3 × a - b ഈക്വൽ ടു 2. അടുത്ത സ്റ്റെപ്പിൽ a - b ഈക്വൽ ടു 2/3. ഇതാണ് എയും ബിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 3 കണ്ടിന്യൂസ് ആവണമെങ്കിൽ a - b ഈക്വൽ ടു 2/3 ആയിരിക്കണം. ഇതാണ് എയും ബിയും തമ്മിലുള്ള റിലേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ലാംഡ ഈസ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ, ഇത്തരത്തിലൊരു ഫംഗ്ഷൻ തന്നേക്കണം, ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ലാംഡയ്ക്ക് ഏതൊക്കെ വാല്യൂ കൊടുത്താലാണ് ഈ ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആവുക? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചേണു എക്സ് ഈക്വൽ ടു 1ലെ കാര്യമോ, 1ൽ ഇത് കണ്ടിന്യൂസ് ആണോ എന്നാണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കാം. ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക? അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ മിനിമം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ് ഈക്വൽ ടു 0 എടുത്തു. അപ്പോൾ അതിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 - f of x. That is equal to limit x tends to 0. 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 0നേക്കാൾ ചെറുതെന്ന് അർത്ഥം. അപ്പോൾ 0നേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു x² - 2x. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ലാംഡ ഇൻറ്റു 0 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ അടുത്തത് 0യിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു എന്ന് വയ്ക്കുക. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + f of x. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 0നേക്കാൾ വലുത്. ഇവിടെയാണ് കൊടുക്കുക 4x + 1. അപ്പോൾ നമുക്ക് എക്സ് കാണുന്നിടത്ത് 0 കൊടുത്താൽ 4 × 0 + 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ഫംഗ്ഷന് ലാംഡയ്ക്ക് ഏത് വില കൊടുത്താലും ഇത് ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ലാംഡയ്ക്ക് ഏത് വില കൊടുത്താലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 എന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 എന്നുമാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ഈക്വൽ ആവില്ല. സോ ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും ഈ ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആവില്ല. സോ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് at x equal to 0 for any values of lambda. For any values of lambda. ലാംഡയ്ക്ക് ഏത് വാല്യൂ വേണേലും കൊടുത്താലും ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആവില്ല. ഇനി നമുക്ക് 1ലെ കേസ് നോക്കാം. 1ൽ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക നോക്കാം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആദ്യം കാണാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്നും കാണേണ്ട കാര്യമില്ല. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇതിലാണ് എക്സ് 1 ആവുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 1 എഫ് ഈസ് കണ്ടിന്യൂസ്. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. അത് ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ. എഫ് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ, അതായത് ഫോർ എനി വാല്യൂസ് ഓഫ് ലാംഡ. ലാംഡയ്ക്ക് ഏത് വില വേണേലും കൊടുത്തു അത് നമ്മുടെ എക്സ് ഈക്വൽ ടു 1ലെ കണ്ടിന്യൂറ്റിനെ ബാധിക്കില്ല. ഫോർ എനി വാല്യൂസ് ഓഫ് ലാംഡ.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5 കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു പൈയിൽ കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചേക്കണം. ഇതിൻ്റെ ഉത്തരം സിമ്പിളാണ് സത്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഇതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്, അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, നമ്മൾ ഓൾറെഡി തെളിയിച്ചു. ഇത് 5 എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ ഇത് മൂന്നും കണ്ടിന്യൂസ് ആണെങ്കിൽ അവരുടെ സമ്മും കണ്ടിന്യൂസ് ആണ്, നമ്മൾ ബൈ തിയറം 1 പഠിച്ചതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ് കൺഫേം ആയിട്ടും. പിന്നെ നമുക്ക് എക്സ് ഈക്വൽ ടു പൈയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ഥിരം പരിപാടി, നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് കാണുക. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ്. ഇതിൽ എക്സ് കാണുന്നിടത്ത് പൈ കൊടുക്കുക. അപ്പോൾ പൈ സ്ക്വയർ മൈനസ് സൈൻ പൈ പ്ലസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ. ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയും. അതുകൊണ്ട് എഫ് എക്സ് ഈക്വൽ ടു പൈയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻസ്. നമുക്കൊരു 6 ഫംഗ്ഷൻസ് താഴെ 5 ഫംഗ്ഷൻസ് തന്നിരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. സൈൻ എക്സ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കോസ് എക്സും കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ഇത് എഫ്, ഇത് ജി ആണെന്ന് വെക്കുക. അപ്പോൾ എഫും കണ്ടിന്യൂസാണ്, ജിയും കണ്ടിന്യൂസാണ്. സോ എഫ് പ്ലസ് ജി മസ്റ്റ് ബി കണ്ടിന്യൂസ്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതുപോലെ ഇത് എഫ്, ഇത് ജി ആണെങ്കിൽ എഫും കണ്ടിന്യൂസാണ്, ജിയും കണ്ടിന്യൂസാണ്. സോ എഫ് മൈനസ് ജിയും കണ്ടിന്യൂസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ്. ഇത് നമ്മളിപ്പോൾ എഫ് ഇതൊരു ജി എന്ന് വിചാരിച്ചു, ഇത് എച്ച് എന്ന് വിചാരിച്ചു വെക്കുക. ജിയും കണ്ടിന്യൂസ്, എച്ചും കണ്ടിന്യൂസ്. അപ്പോൾ ജി ഇൻറ്റു എച്ചും കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ്. ഇനി ഇതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ്. 1 ബൈ സൈൻ എക്സ് ഇത് ഇസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. സൈൻ എക്സ് അതായത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ 2 ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോയും എഗെയിൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ്. ഇനി കോട്ടെക്സ്. കോട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ്. കോസ് എക്സും കണ്ടിന്യൂസാണ്, സൈൻ എക്സും കണ്ടിന്യൂസാണ്. സോ കോസ് എക്സ് ബൈ സൈൻ എക്സും എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ. ഇതുപോലെ സീക്ക് എക്സ്. സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് ആണ്. അപ്പോൾ 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കോസ് എക്സും കണ്ടിന്യൂസ് ആണ്. സോ 1 ബൈ കോസ് എക്സ് അതായത് സീക്ക് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, എല്ലാ റാഷണൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ കൂട്ടത്തേക്ക് ഒരാളെയും കൂടെ കിട്ടി, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക, അതായത് കണ്ടിന്യൂസ് അല്ലാതാവുക, ആ പോയിന്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എക്സ് 0നേക്കാൾ ചെറുതാണെന്ന് വെക്കുക. ഇവിടെ വന്നേക്കുന്നത് സൈൻ എക്സ് ബൈ എക്സ് എന്നാ. സൈൻ എക്സ് ഓൾവേസ് കണ്ടിന്യൂസ്, എക്സ് ഓൾവേസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എക്സ് 0നേക്കാൾ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ്. എക്സ് 0 അതിനേക്കാൾ വലുതോ ആണെങ്കിലും ഇവിടെ പോളിനോമിയലാണ് വന്നേക്കണം, അപ്പോഴും കണ്ടിന്യൂസ്. നമുക്ക് ആകെയുള്ള കൺഫ്യൂഷൻ ഈ സ്പ്ലിറ്റ് ചെയ്തേക്കണം 0യിൽ വെച്ചാണ്. അപ്പോൾ 0യിലെ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് 0യിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0, 0യിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ കണ്ടുപിടിച്ച് നോക്കാം. 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അപ്പോൾ അതിനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് 0നേക്കാൾ ചെറുത്. 0 മൈനസ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 0നേക്കാൾ ചെറുത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇയാളെ എടുക്കുക, സൈൻ എക്സ് ബൈ എക്സ്. നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
sin x by x is always equal to 1. ഈ ലിമിറ്റിൻ്റെ ആൻസർ 1 ആണ്. ഇനി നമ്മൾ പതുക്കെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തു. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ വലുതെന്ന് അർത്ഥം. അപ്പോൾ എക്സിൻ്റെ വില 0നേക്കാൾ വലുത് ഇതാണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇയാളെ എടുക്കുക, എക്സ് പ്ലസ് 1. ഉത്തരം 0 പ്ലസ് 1 ഈക്വൽ ടു 1. നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലായി. അപ്പോൾ നമുക്ക് പറയാം therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തത് എഫ് ഓഫ് 0 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ. ഇപ്പോൾ എക്സിന് 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എക്സ് ഈക്വൽ ടു 0 വന്നേക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ എക്സ് പ്ലസ് 1 എന്നാണ്. അപ്പോൾ അതിൽ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ 0 പ്ലസ് 1 1. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. therefore f is continuous at x equal to 0. നമുക്ക് ആകെ കണ്ടിന്യൂറ്റിയിൽ സംശയം ഉണ്ടായിരുന്നത് 0-ലായിരുന്നു. ആ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ there is no point of discontinuity. This given function it is a continuous function. It is continuous everywhere. അപ്പോൾ no points of discontinuity. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. എക്സ് 0 അല്ലെങ്കിൽ ഉത്തരം എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ്. എക്സ് 0 ആണെങ്കിൽ ഇമേജ് 0. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ നമ്മൾ 0-ലെ ലിമിറ്റ് കാണും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണേണ്ട ആവശ്യമില്ല. എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സ് 0-നേക്കാൾ ചെറുതാവുമ്പോഴും വലുതാവുമ്പോഴും സെയിം ഫംഗ്ഷനാണ്. സോ ഒറ്റയടിക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നേരെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് കാണുന്നത് 0 ഇട്ടു നോക്കി. അപ്പോൾ നമുക്ക് 0 സ്ക്വയർ ഇൻറ്റു സൈൻ 1 ബൈ എക്സ് എന്ന് കിട്ടും. 0 സ്ക്വയർ ഇൻറ്റു സൈൻ 1 ബൈ എക്സ് എന്ന് കിട്ടും. ഇപ്പം ഇവിടെ ഇത് ഓൾറെഡി 0 ആയിപ്പോയി. സോ പിന്നെ ഇവിടുത്തെ എക്സിന് 0 കൊടുത്തതിന് പ്രസക്തി ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നേക്കണം, അതിലൊരു ടേം 0 ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് എൻറ്റയർ വാല്യൂ മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നൈസായിട്ട് എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ. ഇപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ 0. therefore ഇത് രണ്ടും ഈക്വലായി. therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നമുക്ക് ആകെ സംശയം ഉണ്ടായിരുന്നത് ഈ സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന 0-ൽ മാത്രമായിരുന്നു. ബാക്കിയുള്ള പോയിന്റിലെല്ലാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സൈൻ 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. സോ എക്സ് 0 അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണെന്ന് ഉറപ്പാണ്. പിന്നെ ഈ സ്പ്ലിറ്റ് വന്നേക്കണ 0-ലാണ് നമുക്ക് ആകെ ഒരു സംശയമുള്ളൂ. സോ ആ 0-ലെ സംശയം നമ്മൾ റെക്ടിഫൈ ചെയ്തു. അപ്പോൾ എഫ് 0-ലും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. therefore എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമുക്ക് തന്ന എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇത് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് സാധാരണ ചോദിക്കാറ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് കെ സോ ദാറ്റ് ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഇൻഡിക്കേറ്റഡ് പോയിന്റ്സ്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നേക്കണു. അത് ആ ഫംഗ്ഷൻ തന്നിരിക്കുന്ന പോയിന്റുകളിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നേക്കണു. ഇത് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞേക്കണു. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കാണണം. ഇതാണ് ചോദ്യം. അപ്പോൾ എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു പൈ ബൈ 2 കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2
എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ ടു. ഇങ്ങനെ ആയാൽ മാത്രമേ എക്സ് ഈക്വൽ ടു പൈ ബൈ ടുവിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഈ ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പൈ ബൈ ടുവിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എക്സ് പൈ ബൈ ടു ആവുക എന്നല്ല അർത്ഥം, എക്സ് ടെൻസ് ടു പൈ ബൈ ടു എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ പൈ ബൈ ടുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു, നമുക്ക് അതല്ല ലിമിറ്റ് കാണുമ്പോൾ വേണ്ടത്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു പൈ ബൈ ടു, എക്സ് പൈ ബൈ ടുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഓക്കെ, അപ്പോൾ ഇത് വേണം എടുക്കാൻ. പൈ ബൈ ടു കെ കോസ് എക്സ് ബൈ പൈ മൈനസ് ടു എക്സ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ലിമിറ്റ് കാണാൻ. ഇപ്പോൾ ഒറ്റയടിക്ക് കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് പൈ ബൈ ടു ഇട്ട് കഴിഞ്ഞാൽ 0/0 ഫോം വരും. ഇറ്റ്സ് എ ഇൻഡിറ്റർമിനൻ്റ് ഫോം. സോ നമുക്കിതിനെ എങ്ങനെയെങ്കിലും ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എഫ് ഓഫ് പൈ ബൈ ടുയോട് ഈക്വൽ ആണെങ്കിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. എഫ് ഓഫ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 3. ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഇതിൻ്റെ ഉത്തരം 3 ആവണം. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ നമുക്കിവിടെ എക്സ് ടെൻസ് ടു പൈ ബൈ ടു എന്നല്ലേ കിടക്കണേ, നമുക്കിവിടെ പൈ ബൈ ടു വരുത്താം. അതിനായിട്ട് ഇവിടെ നിന്ന് ഒരു 2 രണ്ടിൽ നിന്ന് കൂടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ പഠിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു, കെ അവിടെ കിടക്കണു, ഇതിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു 2 പുറത്തേക്ക് എടുക്കുക. ഇവിടെ കെ ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഒരു 2 പുറത്തേക്ക് എടുത്താൽ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് വരും. ഇങ്ങനെ എഴുതാം. ഇതിൽ കെ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തേക്ക് മാറ്റാം. അപ്പോൾ കെ ബൈ ടു ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു കോസ് എക്സ് ബൈ പൈ ബൈ ടു മൈനസ് എക്സ്. ഇപ്പോഴും നമുക്ക് ലിമിറ്റ് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴും 0/0 ഫോം തന്നെ വരുന്നു. നമുക്കുള്ളൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ എക്സ് പൈ ബൈ ടുവിലേക്ക് പോവുകയാണെങ്കിൽ, ഇഫ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു, എക്സ് പൈ ബൈ ടുവിലേക്ക് പോവുകയാണെങ്കിൽ പൈ ബൈ ടു മൈനസ് എക്സ് എങ്ങോട്ടാണ് പോവാന്ന് ആലോചിക്കുക. എക്സ് പൈ ബൈ ടുവിലേക്ക് പോവുകയാണെങ്കിൽ പൈ ബൈ ടു മൈനസ് എക്സ് ടെൻസ് ടു 0. കാരണം ഇതിൽ എക്സ് പൈ ബൈ ടുവിലേക്ക് പോകണം. ഇപ്പോൾ എക്സിന് പകരം പൈ ബൈ ടു കൊടുക്കുക. അപ്പോൾ പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു ടെൻസ് ടു 0 എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു 3 കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ കെ ബൈ ടു അങ്ങനെ തന്നെ എഴുതി. ഈ ലിമിറ്റിനെ ലിമിറ്റ് പൈ ബൈ ടു മൈനസ് എക്സ് ടെൻസ് ടു 0. ഈ കോസ് എക്സിനെ നമുക്ക് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് മാറ്റുക. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് നമുക്കറിയാം, സൈൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് മാറ്റി ബൈ പൈ ബൈ ടു മൈനസ് എക്സ് ഈക്വൽ ടു 3. ഇതിൽ ഈ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈ എങ്ങാനും ഒന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിയാൽ ലിമിറ്റ് വൈ ടെൻസ് ടു 0 സൈൻ വൈ ബൈ വൈ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് വൈ ടെൻസ് ടു 0 സൈൻ വൈ ബൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 1 ആണ്. സോ ദിസ് ലിമിറ്റ്, ദിസ് എൻറ്റയർ ലിമിറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു 1. നമുക്കിവിടെ കെ ബൈ ടു ഇൻറ്റു 1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ബൈ ടു അപ്പുറത്തേക്ക് എടുത്തു. സോ കെ ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഈ ഫംഗ്ഷൻ പൈ ബൈ ടുവിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കെയുടെ വാല്യൂ 6 ആവണം. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ ആണ്. അതായത് ചോദ്യം ഇതാണ്, ഫൈൻഡ് വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഇൻഡിക്കേറ്റഡ് പോയിന്റ്സ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നേക്കണു, അത് എക്സ് ഈക്വൽ ടു പൈയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞേക്കണു. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കാണാൻ പറഞ്ഞേക്കണു. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു പൈയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ആവണം. ഈക്വൽ ടു എഫ് ഓഫ് പൈ ആവണം. അതായത് ആദ്യം ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം.
ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ പൈയിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം ആവണം. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങനെ നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു പൈ, പൈയിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ, പൈ മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില പൈനേക്കാൾ ചെറുത്. അപ്പോൾ പൈനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് കെ എക്സ് പ്ലസ് 1 വാല്യൂ കൊടുക്കുമ്പോൾ കെ പൈ പ്ലസ് 1. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ആർ എച്ച് എൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1 പോട്ടെ പൈ പ്ലസ് എഫ് ഓഫ് എക്സ്. പൈയിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എന്ന് കൊടുക്കുക. എക്സ് ടെൻസ് ടു പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില പൈനേക്കാൾ വലുത്. എക്സിൻ്റെ വില പൈനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ കോസ് പൈ അല്ല കോസ് എക്സ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ കോസ് പൈ, കോസ് പൈ എന്ന് പറഞ്ഞാൽ കോസ് 180 ആണ്. കോസ് 180 പറഞ്ഞാൽ -1. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കെ പൈ പ്ലസ് 1, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് -1. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, ഇത് ഇവിടെ പൈയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആദ്യം പൈയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവണം. അപ്പോൾ ഞാനിവിടെ എഴുതണം, അതായത് ഹിയർ എഫ് ഈസ് കണ്ടിന്യൂസ് വിച്ച് ഇംപ്ലൈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ എൽ എച്ച് എൽ എന്ന് പറഞ്ഞാൽ കെ പൈ പ്ലസ് 1 ഈക്വൽ ടു -1. അടുത്ത സ്റ്റെപ്പിൽ കെ പൈ ഈക്വൽ ടു ഈ +1 ഇങ്ങോട്ട് പോയി -1 ആയി. -1 എന്ന് പറഞ്ഞാൽ -2. കെ ഈക്വൽ ടു -2/π. അതായത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കെയുടെ വാല്യൂ -2/π എന്നാവണം. ഓക്കെ, നമ്മളപ്പോൾ ഇത് എൽ എച്ച് എൽ ആർ എച്ച് എൽ ലിമിറ്റ് ആദ്യം കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ടേ. ഇപ്പോൾ ഈ പോയിന്റിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കെയുടെ സ്ഥാനത്ത് ഈ വാല്യൂ കിട്ടും. നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് പൈയും ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എഫ് ഓഫ് പൈ വരുമ്പോഴും ഇത് തന്നെ കെ പൈ പ്ലസ് 1 എന്നാണ് വരിക. അത് ഈ പറഞ്ഞ പോലെ -1 ഈക്വൽ ആവണമെങ്കിൽ കെയുടെ സ്ഥാനത്ത് -2/π കൊടുത്തേ പറ്റൂ. ഇനി ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ തന്നേക്കണം. ഇത് എക്സ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ 5ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 5ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് 5ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം ആവണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു. 5ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ ചെറുത് എന്നർത്ഥം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5, എക്സിൻ്റെ വാല്യൂ 5നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പോട്ടെ കെ എക്സ് പ്ലസ് 1 എഫ് ഓഫ് എക്സ് ആയിട്ട് കെ എക്സ് പ്ലസ് 1 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കാണുന്നിടത്ത് 5 ഇട്ട് കൊടുത്തു. അപ്പോൾ 5k പ്ലസ് 1. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 5k പ്ലസ് 1 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5. ഈ എക്സ് ടെൻസ് ടു 5 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 5നേക്കാൾ വലുതെന്ന് അർത്ഥം. എക്സിൻ്റെ വില 5നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. എഫ് ഓഫ് എക്സ് ആയിട്ട് 3x മൈനസ് 5 എടുക്കുക. അതിലെ എക്സിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുമ്പോൾ 3 × 5 15 മൈനസ് 5 10. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5 ഇംപ്ലൈസ് എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആദ്യം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ടേ. അങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും സെയിം ആവണം. എൽ എച്ച് എൽ പറഞ്ഞാൽ 5k പ്ലസ് 1, ആർ എച്ച് എൽ പറഞ്ഞാൽ 10. അത് സോൾവ് ചെയ്യുമ്പോൾ 5k ഈക്വൽ ടു 10, ഈ പ്ലസ് 1 ഇങ്ങോട്ട് പോകുമ്പോൾ -1, 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9, k ഈക്വൽ ടു 9/5. ഇതാണ് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ
കെയുടെ വില. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിൽ എ ബി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഏത് വാല്യൂസ് വരണം എന്നാണ് ക്വസ്റ്റ്യൻ. എക്കും ബിക്കും ഏത് വിലകൾ കൊടുത്താലാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ. എല്ലാ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് 2ലും 10ലും. അവിടെ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂറ്റിക്ക് ചെറിയ സംശയമുള്ളത്. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പിച്ചു. എക്സ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വി നോ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. നമുക്ക് എക്സ് ഈക്വൽ ടു 2ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണാം. അപ്പോൾ എന്തായാലും എക്സ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആവണം. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുകയാണെങ്കിൽ നമ്മുടെ സ്ഥിരം പരിപാടി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 2-നേക്കാൾ ചെറുതെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ 2-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് ആ കോൺസ്റ്റൻറ്റ് തന്നെ. ഇനി ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 2-നേക്കാൾ വലുതെന്ന് അർത്ഥം. 2-നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ 2ൻ്റെ തൊട്ട് മുകളിൽ നിന്ന് അർത്ഥം. അപ്പോൾ ഇവിടെയാണ് വരിക. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അപ്പോൾ ഇതിലെ എക്സ് കാണുന്നിടത്ത് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2a പ്ലസ് ബി എന്ന് കിട്ടും. ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. പക്ഷേ സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് വി ഹാവ് എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. എഫ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കും. Therefore നമുക്ക് പറയാം 2a പ്ലസ് ബി ഈക്വൽ ടു 5. അപ്പം ഇതിന് നമുക്കൊരു ഇക്വേഷൻ 1 എന്ന് സങ്കല്പിക്കാം. 2a പ്ലസ് ബി ഈക്വൽ ടു 5. ഇതുപോലെ ഇനി നമുക്ക് അടുത്തത് ഇവിടെ അടുത്ത് സ്പ്ലിറ്റ് ചെയ്തേക്കണം അതിൻ്റെ 10 ആണ്. അവിടെയാണ് ഇനി നമുക്ക് ഡൗട്ട് ഉള്ളത്. പക്ഷേ ഓൾറെഡി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ 10ൽ എന്തായാലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം ആവണം. അപ്പോൾ നമുക്ക് ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 10 നോക്കാം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 10 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആദ്യം നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് 10 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 10-നേക്കാൾ ചെറുത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആരാന്ന് നോക്കാം. 10-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 10a പ്ലസ് ബി 10a പ്ലസ് ബി. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുവന്ന് വെക്കുക. അപ്പോൾ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 10-നേക്കാൾ വലുത്. അപ്പോൾ എഫ് ഓഫ് എക്സ് 21 ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റ് തന്നെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 21. അപ്പോൾ എന്തായാലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം ആയേ പറ്റൂ. കാരണം എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ നമുക്ക് പറയാം എൽ എച്ച് എൽ ഈക്വൽ ടു 10ലും എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. അപ്പോൾ 10ൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10a പ്ലസ് ബി ഈക്വൽ ടു ആർ എച്ച് എൽ 21. ഇതിനൊരു ഇക്വേഷൻ 2 എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കണം. എന്നാലേ എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുള്ളൂ. 2ലും കണ്ടിന്യൂസ് ആവണം, 10ലും കണ്ടിന്യൂസ് ആവണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇത് രണ്ടും അനുസരിക്കുന്ന എയും ബിയും ഉണ്ടെങ്കിൽ മാത്രമേ സംഗതി ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് 10a പ്ലസ് ബി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ ബിയുടെ എണ്ണം സെയിം ആണ്. ഇവിടെയും ഒരു ബി ഇവിടെയും ഒരു ബി. അപ്പോൾ നമുക്ക് വലിയ ഇക്വേഷൻ മുകളിൽ എഴുതാം. അതായത് 10a പ്ലസ് ബി ഈക്വൽ ടു 21 ആണ് വലുത്. കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 21 ആണ്. അത് മുകളിൽ എഴുതി. മറ്റേ ഇക്വേഷൻ താഴെ എഴുതി. അതായത് 2a പ്ലസ് ബി ഈക്വൽ ടു
5 തമ്മിൽ കുറയ്ക്കുക. 10a നിന്ന് 2a കുറച്ചു 8a, ബിന്ന് ബി കുറച്ചു 0, 21 നിന്ന് 5 കുറച്ചു 16. അപ്പോൾ 8a ഈക്വൽ ടു 16 എന്ന് കിട്ടി. അപ്പോൾ a ഈക്വൽ ടു 16/8 2. അപ്പോൾ എയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് 2a + b = 5 എന്നാണ് ഇക്വേഷൻ 1. അതിൽ എയുടെ സ്ഥാനത്ത് 2 കൊടുത്തു, b = 5. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ 4 + b = 5, b = 5 - 4 1. അതായത് ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണമെങ്കിൽ a 2 b 1 ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച രീതി നോക്കുക. ഇവിടെ 2ലും 10ലും വെച്ചാണ് ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. സോ ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ 2ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെയിം ആവണം. അത് വെച്ചൊരു ഇക്വേഷൻ ഉണ്ടാക്കി. അതുപോലെ 10ലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. അത് വെച്ച് അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കി. രണ്ട് ഇക്വേഷനിലെയും ബിയുടെ എണ്ണം സെയിം ആയിരുന്നു. സോ അതിലെ വലിയ ഇക്വേഷനിൽ നിന്ന് ചെറുത് കുറച്ചു, എ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് അടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബിയും കണ്ടുപിടിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ എക്സാമ്പിളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x = mod cos x ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. മോഡ് കോസ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കാൻ സിമ്പിളാണ്. മോഡ് കോസ് എക്സ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് ദി കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻസ്. നമ്മൾ ജസ്റ്റ് g of x = g of x എന്ന് പറഞ്ഞിട്ട് മോഡ് എക്സ് എന്നും h of x എന്ന് പറഞ്ഞിട്ട് കോസ് എക്സ് എന്നും എടുത്തു വെക്കുക. അപ്പോൾ ഇതിൽ മോഡ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. മോഡ് എക്സ് ഗ്രാഫ് വി ഷേപ്പാണ്, കണ്ടിന്യൂസ് ആണ്. കോസ് എക്സ് ഇസ് എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. എവറി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. സോ ഇതും കണ്ടിന്യൂസ് ആണ്. ഇവിടെ ജി കോമ്പോസിഷൻ h of x ചെയ്താൽ ജി കോമ്പോസിഷൻ h of x = g of h of x നമുക്ക് എന്താ കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ g of cos x, g of x എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണ്. അപ്പോൾ g of cos x എന്ന് പറഞ്ഞാൽ മോഡ് cos x. അതായത് നമുക്ക് നമ്മുടെ f of x കിട്ടി. അപ്പോൾ f of xനെ ഇങ്ങനെ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷനായിട്ട് എഴുതാൻ പറ്റണം. ഇതിൽ g എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്, h എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച തിയറം 2 പ്രകാരം ജിയും എച്ചും കണ്ടിന്യൂസ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എച്ചും കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് പറയാം therefore f of x = mod cos x is continuous, is a continuous function, is a continuous function, is a continuous function. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ മോഡ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് കാണുമ്പോൾ തന്നെ g of x = sin x എന്ന് എഴുതാം, h of x = mod x എന്ന് എഴുതി. സൈൻ എക്സ് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ അതും മോഡുലസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. സോ ഇതിൻ്റെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ കോമ്പോസിഷൻ ഒന്ന് എടുക്കാം. ജി കോമ്പോസിഷൻ h of x = g of h of x. g of h of x എന്ന് പറഞ്ഞാൽ g of mod x. g of x ഡിഫൈൻ ചെയ്യുന്നത് g of x = sin x. അതായത് g ഡിഫൈൻ ചെയ്താണ് സൈൻ എഴുതുക, ഈ പെട്ടിയിൽ കിടക്കുന്ന എക്സിനെ അതിൻ്റെ അടുത്ത് എഴുതുക. അപ്പോൾ g of mod x എന്ന് പറയുമ്പോൾ sin of mod x, sin mod x. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ സിൻസ് g, h are continuous, since g, h are continuous, since g, h are continuous, g composition h that is equal to sin g composition h is also continuous, also continuous. That is sin mod x is continuous. അപ്പോൾ സൈൻ മോഡ് എക്സിനെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷനായിട്ട് എഴുതാം. അതുകൊണ്ട് ഈ സൈൻ മോഡ് എക്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി
of f defined by f of x equal to mod x minus mod x plus 1. ഈ ഫംഗ്ഷൻ്റെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മോഡ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് മോഡ് എക്സ് പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മോഡുലസ് ഫംഗ്ഷൻ തന്നെ, സോ അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതൊരു ജിയും ഇതൊരു എച്ചും ആണെങ്കിൽ ജിയും കണ്ടിന്യൂസ് ആണ്, എച്ചും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കൺഫേം ആയിട്ടും ജി മൈനസ് എച്ചും കണ്ടിന്യൂസ് ആയിരിക്കും ബൈ തിയറം 1. അപ്പോൾ ഇത് മോഡുലസ് ഫംഗ്ഷൻ ആണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ റിയൽ നമ്പേഴ്സ്. ഇത് മോഡുലസ് ഫംഗ്ഷൻ ആണ്, ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ഇൻ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനും റിയൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണ്, സോ അതിൻ്റെ ഡിഫറൻസും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഹിയർ ലെറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഇങ്ങനെ എടുത്തെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എക്സ് ബിലോങ്സ് ടു ആർ, കണ്ടിന്യൂസ് ഇൻ റിയൽ നമ്പേഴ്സ്. ഇതുപോലെ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 എന്ന് എടുത്തു നോക്കിയ അതും മോഡുലസ് ഫംഗ്ഷൻ തന്നെ. എല്ലാ മോഡുലസ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് ഇൻ ആർ, ഈസ് കണ്ടിന്യൂസ് ഇൻ ആർ. ഇപ്പോൾ ജി ഓഫ് എക്സും കണ്ടിന്യൂസ്, എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ്. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് is also continuous at real numbers, like continuous in real numbers. Okay, അപ്പോൾ there is no point of discontinuity. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ അർത്ഥം there is no point of discontinuity. ഇതിൽ ഡിസ്കണ്ടിന്യൂറ്റി ആവുന്ന പോയിന്റുകളില്ല. there is no point of discontinuity.